പരിപാടിയുടെ കവറേജ് കൂട്ടാൻ വേണ്ടി ചില വെറും തരികട നമ്പറുകൾ ഇറക്കുന്നത് അത് ശരിയാണോ? താങ്കളൊരു സാഡിസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൽ രണ്ട് രീതിയിൽ ഉത്തരം പറയാം. ഞാൻ രണ്ട് രീതിയിലും പറയും. ആദ്യത്തെ ഉത്തരം ഇതാണ്, വീട്ടിൽ എത്ര ചാനലുണ്ട് അത് കൊടുക്കും. എല്ലാ ചാനലും എങ്കിലും ഏകദേശം മലയാളം ചാനലുകളെല്ലാം ഉണ്ട്. മൊത്തം 10-30 ചാനലുകൾ. എത്ര രൂപ കൊടുക്കുന്നുണ്ട്? എത്ര രൂപ കൊടുക്കും? 125 രൂപ. സൂര്യ ടി വി എന്ന് പറയുന്നത് പേ ചാനലല്ല, ഫ്രീ ആയിട്ട് തരുന്ന ചാനലാണ്. സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ ചാനൽ മാറ്റി പോകണം. അതല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ റിമോട്ട് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നിടത്തോളം, റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഹർട്ട് ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾ കാണരുത്. അപ്പോഴേ പ്രോഗ്രാം എന്ന് പറയുന്ന ചാനൽ അപ്പോഴേ ചാനൽ മാറി മനസ്സിലായി. ഏകദേശം 4 ചാനലുകൾ. ഒരു ഉത്തരം, ഇതെന്റെ ഒരു ഉത്തരം. ഇനി രണ്ടാമത്തെ ഉത്തരം തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡിൽ ഇപ്പോൾ 4 ചാനലുണ്ട്. ഇപ്പോൾ 4 അല്ല, ഇപ്പോൾ എമ്മിറ്റ് തുടങ്ങിയത് 5 ചാനലുണ്ട്. ഇതിപ്പോൾ ഒന്നാണ്. ഞാൻ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് 3 ചാനലുകൾ. ഇതുമായിട്ട് മത്സരിക്കണമെങ്കിൽ, ഒരു പ്രോഗ്രാം ക്ലിക്കാകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അത് വെറും ഒരു കച്ചവട തന്ത്രം മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ പേരെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ പേരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, ഹരാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എൻ്റെ പ്രോഗ്രാം സംസാര വിഷയമായിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ക്ലിക്കായി. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. ഞങ്ങൾ തമാശ മാത്രമേ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. താരപരിവേഷം വേണ്ട, അറ്റ്ലീസ്റ്റ് ഇത് അവതരിപ്പിച്ചാലും വിവരം ഉണ്ടായിക്കൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി കണ്ടു. പാവൻ ചേട്ടൻ എലിപ്പെട്ടി എന്നാന്ന് പോലും അറിയില്ല. ചേട്ടൻ കമ്പ്യൂട്ടറിന്റെ ഒരു പബ്ലിക്കേഷൻ, ഒരു കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത പുള്ളി എന്നാണ് കണ്ടത്? ഒരു മിനിറ്റ് മൈക്ക് തിരിച്ചു കൊടുക്കണം. എന്നാണ് കണ്ടത്? അതായത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ചേട്ടന്റെ പരിപാടി 1-2 വർഷം മുമ്പാണ് കണ്ടത്. 2 വർഷം മുമ്പ്. അതെ, 2 വർഷം മുമ്പ് കാണുന്നില്ല. കാര്യം പറയട്ടെ, അത് കൊടുത്തത് തന്നെ എലിപ്പട്ടി എന്നാന്ന് പോലും മനസ്സിലാകാതെ ചേട്ടന്റെ കമ്പ്യൂട്ടറിന്റെ നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ എന്തിനു പഠിക്കുന്നു? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആയതുകൊണ്ട് നിങ്ങളുടെ തോന്നലാണ് ഇവിടുത്തെ മറ്റ് ജനങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവില്ല എന്നുള്ളത്. വേറൊരു കാര്യം മനസ്സിലാക്കണം. കേരള സർക്കാരിന്റെ IT മിഷന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ 10,000 ഗ്രാമങ്ങളിൽ 10,000 സെന്ററുകൾ ആരംഭിച്ചിട്ട് ഇവിടുത്തെ എല്ലാ ലോ ക്ലാസ് പീപ്പിൾസിനും സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും കമ്പ്യൂട്ടർ സാക്ഷരതാ മിഷൻ എന്നുള്ള പേരിൽ കേന്ദ്ര ഗവൺമെന്റും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഞങ്ങൾ ഒരു കമ്പ്യൂട്ടറിന്റെ ബുക്ക് കൊടുക്കുന്നത്. ഹലോ, പേരെന്താണ്? അഞ്ജലി. ഓ, വീട്ടിൽ 5 എലി ഉണ്ടാവും കേട്ടോ. അതല്ല, പേരാണ് പറഞ്ഞത്. ആണല്ലേ? പേരാണ്. അർത്ഥം അറിയോ? ഇല്ല. പഠിക്കണം. അല്ല, ഒന്ന് പറഞ്ഞു തരൂ. കൂപ്പുകൈ. നമസ്കാരം. അഞ്ജലി. അപ്പൊ അനിയത്തിയുടെ പേരെന്താണ്? 4 എലി എന്നാണോ? അല്ലല്ല, അനിയത്തി ഇല്ല. ഇല്ല. ചേട്ടന്റെ പേര്? ചേട്ടനാണ്. 6 എലി എന്നാണോ? അല്ലല്ല, ചേട്ടൻ 6 എലി പേരെടുത്തില്ല. അനന്തകൃഷ്ണൻ. ഓ, പുള്ളി ഇങ്ങനെ എത്ര കണ്ടാലും അനന്തമായി. ഓക്കെ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല.